ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ പാപ്പന്മാർ ഉടൻ തന്നെ ക്ഷേത്രം ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. തിടമ്പ് മത്സരത്തിന്റെ നിയമാവലി ആനപ്പാപ്പന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. തിടമ്പ് മത്സരത്തിന്റെ നിയമാവലി: ഏറ്റവും തലപ്പൊക്കം കൂടിയ ആനയ്ക്ക് ദേവന്റെ തിടമ്പ് കയറ്റി എഴുന്നള്ളിക്കേണ്ടതാണ്. 7 മിനിറ്റ് സമയം തല ഒരേ നിലയിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആനയാണ്. സ്പർശനം കൊണ്ട് തൊടാവുന്നതാണ്. യാതൊരു കാരണവശാലും തല, ചെവി, കൊമ്പ്, തുമ്പിക്കൈ എന്നിവയിൽ തൊടാൻ പാടില്ല. പാപ്പാൻ കാലുകൊണ്ട് തൊടാൻ പാടില്ല. ഈ പാപ്പാൻ ആനയുടെ മുൻകാലുകളുടെ മുൻഭാഗത്ത് നിൽക്കാൻ പാടില്ല. ആനയെ നിർത്തേണ്ട വിധം: തെക്കുവശത്തു നിന്നും അനന്ത പത്മനാഭൻ ഒന്നാമതായി. തെക്കുവശത്തു നിന്നും ക്ഷേത്ര മത്സരത്തിന് നിൽക്കുന്ന ലൈൻ നമ്പർമാർ ഉടൻ തന്നെ മത്സരം നടക്കുന്ന വേദിയിലേക്ക് കടന്നു വരാൻ അഭ്യർത്ഥിക്കുന്നു. നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക. ഈ മത്സരത്തിന് നല്ല നടത്തിപ്പിന് വേണ്ടി ക്ഷേത്രപാലകന്മാർ നിന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക. ക്ഷേത്ര വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കുക. മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. PV വിജേഷ്, PB വിപിൻ, PR രാഹുൽ, P അനീഷ്, PR രഞ്ജിത്ത്, PM ബിനീഷ്, PS സുഭാഷ്. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ സ്പോൺസർ ചെയ്യുന്നത് AS ലച്ചൂസ്, ഗൗരിലക്ഷ്മി അഴീക്കൽ, BG സുജിത് വടശ്ശേരി, റൂബി പാലിയമ്പറമ്പിൽ, റൂബി PB വിനീത് പുതുവത്സത്ത്, PV വിജീഷ് പാലിയമ്പറമ്പിൽ, മുരിക്കുംപാടം PB സാജൻ തെക്കേത്തെരുവിൽ. ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ സ്പോൺസർ ചെയ്യുന്നത്. ജഡ്ജസ്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഞാറക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ KN സജിൻ സാർ, കൂടാതെ ഓൾ കേരള ആനപ്രേമി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗിരിജാവല്ലഭൻ, അതുകൂടാതെ വെറ്റിനറി ഡോക്ടർ ഗിരീഷ് സാർ, സഭാ പ്രസിഡന്റ്. മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ പരിപാവനമായ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ മത്സരത്തിൽ 5 ആനകളാണ് ഈ കുറി മത്സരരംഗത്തുള്ളത്. സ്പോൺസർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഏറ്റവും ഉയരക്കൂടുതലുള്ള കേരളത്തിലെ ഏറ്റവും ഉയരക്കൂടുതലുള്ള 5 ആനകളാണ് ഈ കുറി മത്സരരംഗത്തുള്ളത്. ഒന്ന് ചെമ്പൂത്ര ദേവിദാസൻ, കോട്ടയം കിരൺ നാരായണൻകുട്ടി, ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ, ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ, പുതുപ്പള്ളി കേശവൻ. വന്നിട്ടുള്ളത് നിയന്ത്രിക്കുന്ന വിധികർത്താക്കളായി വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഞാറക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ KM സജീവൻ സാർ, ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ ശ്രീ ബാലേന്ദ്രൻ സാർ, നമ്മുടെ സഭാ പ്രസിഡന്റ് PR അശോകൻ, വെറ്റിനറി ഡോക്ടർ ഗിരീഷ് സാർ, ഓൾ കേരള ആനപ്രേമി സംഘം. തെക്ക് ഭാഗത്തു നിന്നും നിർത്തിയിരിക്കുന്നത് അനന്ത പത്മനാഭൻ, രണ്ടാമതായി നിൽക്കുന്നത് കിരൺ നാരായണൻ. പാപ്പാന്മാർ തിടമ്പ മത്സരത്തിന്റെ നിയമാവലി എല്ലാവരും ഒരുപോലെ അനുസരിക്കേണ്ടതാണ്. ഇപ്പോൾ വായിക്കുന്ന നിയമപ്രകാരമായിരിക്കും ഈ മത്സരം നടക്കുന്നത്. 7 മിനിറ്റ് സമയമാണ് ഈ മത്സരത്തിന്റെ സമയം. 7 മിനിറ്റ് സമയം. മണിനാദത്തിലൂടെ ഈ മത്സരം ആരംഭിക്കുന്നു. ടൈം ശ്രദ്ധിക്കുക. ഇവിടെ മുഴങ്ങുന്ന മണിനാദത്തിലൂടെ മത്സരം ആരംഭിക്കുന്നു. മത്സരം 7 മിനിറ്റ് സമയമാണ്. നിയമാവലി പ്രകാരം ആയിരിക്കും മത്സരം നടക്കുക. മത്സരം അവസാനിക്കുമ്പോൾ ഇവിടെ വിധികർത്താക്കളായി എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ അന്തിമ തീരുമാനമായിരിക്കും. മത്സരത്തിൽ വിജയിക്കുന്ന ആനയ്ക്ക് ഇന്ന് മഹാദേവന്റെ തിടമ്പെഴുന്നള്ളിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. തികച്ചും സൗഹാർദ്ദപരമായ ഈ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു വിദ്വേഷവും ഈ മത്സരത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്പോൺസർമാർ എല്ലാവരും തന്നെ സമയം പാലിച്ചുകൊണ്ട് മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് നടക്കുന്ന മത്സരമാണെന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് ഈ മത്സരത്തിൽ സ്പോൺസർമാർ എല്ലാവരോടും സഭാ കമ്മിറ്റിയോട് സഹകരിക്കണം എന്ന് വീണ്ടും വീണ്ടും അവരോട് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ജഡ്ജസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മണിനാദത്തിലൂടെ ഈ മത്സരം ആരംഭിക്കുകയാണ്. സമയം കഴിയുമ്പോൾ വീണ്ടും അവസാനിക്കുന്ന ആ സമയം
ജഡ്ജസ് ആരെങ്കിലും അറിയിക്കേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. മത്സരം ആരംഭിക്കുന്നു. എല്ലാവരുടെയും പ്രോത്സാഹനമാണ് ഈ മത്സരത്തിന് അത്യാവശ്യമായിരിക്കുന്നത്. ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായ മത്സരം തന്നെയാണ്. ശ്രീ മഹാദേവന്റെ തിടമ്പ് എഴുന്നള്ളിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മത്സരം നടക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നത് തെക്കുവശത്തു നിന്നും അനന്ത പത്മനാഭൻ, തൊട്ടടുത്തായി കിരൺ നാരായണൻകുട്ടി, മൂന്നാമതായി നിൽക്കുന്നത് പുതുപ്പള്ളി കേശവൻ, നാലാമതായി ചെമ്പുത്ര ദേവദാസൻ, അഞ്ചാമതായി വിഷ്ണു ശങ്കർ തല കഴിഞ്ഞ വർഷത്തെ ജേതാവാണ്. വിഷ്ണു ശങ്കർ ആന ഈ കുറിയും നല്ല രീതിയിൽ തന്നെ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും മോശമല്ലാതെ തന്നെ വടക്കേറ്റുനിന്നും അനന്തപത്മനാഭൻ മത്സരത്തിൽ വളരെ ഭംഗിയായി പങ്കെടുക്കുന്നു. ശ്രീ മഹാദേവന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള മഹാഭാഗ്യം ആർക്കാണ് ലഭിക്കുക, ഏത് സ്പോൺസർമാർക്കാണ് ലഭിക്കുക എന്നുള്ള ദൃശ്യം ഏതാനും നിമിഷങ്ങൾക്കകം അതിന്റെ വിധികർത്താക്കൾ ഇവിടെ പ്രഖ്യാപിക്കും. വിധി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ ആനയ്ക്ക് ശ്രീ മഹാദേവന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള എല്ലാ അവകാശവും, പൂർണ്ണ അവകാശവും ആ ആനയ്ക്കുണ്ടായിരിക്കുന്നതാണ്. മത്സരം 7 മിനിറ്റ് സമയമാണ് മത്സരം. വടക്കേ അറ്റത്തായി നിൽക്കുന്ന വിഷ്ണു ശങ്കർ നല്ല രീതിയിൽ തന്നെ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ അതിന് തൊട്ടടുത്തായുള്ള ചെമ്പൂത്ര ദേവദാസനും പുതുപ്പള്ളി കേശവനും കിരൺ നാരായണൻകുട്ടിയും അനന്തപത്മനാഭനും എല്ലാ ആനകളും ഒരുപോലെ തന്നെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളുടെയും ആനപ്രേമികളുടെയും സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ഇത് മത്സരം വിജയിക്കുന്ന ആനയ്ക്ക് തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള അവകാശമുണ്ടായിരിക്കും. കിരൺ നാരായണൻകുട്ടി ഇതിനു മുമ്പ് മഹാദേവന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യമുണ്ടായ ഒരു ആനയാണ് കിരൺ നാരായണൻകുട്ടി. കൂടാതെ കഴിഞ്ഞ വർഷം വിഷ്ണു ശങ്കർ ഈ ഭാഗ്യം നേടി. ഈ പ്രാവശ്യം ആർക്കാണ് ഈ ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കുറി 5 ആനകളെ മത്സരരംഗത്ത് ഇറക്കേണ്ടി വന്നത് സ്പോൺസർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചാണ്. ഭാരിച്ച ചെലവുകളാണ് ഈ ആനയെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി സ്പോൺസർമാർക്ക് വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരിച്ച ചെലവുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആനയും നമുക്ക് മത്സരത്തിൽ പങ്കെടുപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 5 ആനകളെ നമ്മൾ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. മത്സരം തികച്ചും സൗഹാർദ്ദപരമായ മത്സരമാണ്. 4 5 കൂട്ടുകാർ സ്പോൺസർ ചെയ്യുന്ന ഭാരിച്ച ചെലവാണെങ്കിൽ പോലും 4 5 പേർ കൂടി സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോൺസർ ചെയ്യുന്ന ആളുകളാണ്. മത്സരം നല്ല രീതിയിൽ തന്നെ മത്സരം മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെയും ആനപ്രേമികളെയും പ്രോത്സാഹനമാണ് ഈ മത്സരത്തിൽ വേണ്ടത്. പ്രോത്സാഹനം തീർച്ചയായും അത്യാവശ്യമാണ്. ഈ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കും. പ്രോത്സാഹിപ്പിക്കുക. ഈ മത്സരം മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് നടക്കുന്ന ഈ മത്സരം നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തെക്കുവശത്തു നിന്ന് മത്സരരംഗത്തുള്ളത് അനന്തപത്മനാഭൻ. ദയവ് ചെയ്ത് മത്സരത്തിന് മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ പുറകോട്ട് മാറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മത്സരത്തിന് നല്ല നടത്തിപ്പിന് വേണ്ടി പുറകോട്ട് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല രീതിയിൽ മത്സരം നടക്കുന്നു. പ്രോത്സാഹനം നിങ്ങൾ എല്ലാവരുടെയും ആർപ്പുവിളിയോടുള്ള കൈയോടിയോടുള്ള പ്രോത്സാഹനം അത്യാവശ്യമാണ്. മത്സരം തികച്ചും സൗഹാർദ്ദപരമായ മത്സരമാണ്. ഒരു ചേരുവാനത്തിന്റെയും ഒരു സംഘടനാ നേതൃത്വത്തിന്റെയും പിൻബലമില്ലാതെ തികച്ചും സൗഹാർദ്ദപരമായ ഈ മത്സരത്തിൽ വളരെ സാമ്പത്തിക ശേഷി അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ സ്പോൺസർമാർ ഇവിടെ ആനയെ എത്തിച്ചിട്ടുള്ളത്. ഈ മഹാദേവന്റെ മുന്നിൽ ശിവേലി മഹോത്സവം ഭംഗിയാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ ആന ഇവിടെ സ്പോൺസർമാർ എത്തിച്ചിട്ടുള്ളത്. വരും വർഷവും ഇവർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മഹാദേവന് എല്ലാ ഈശ്വര അനുഗ്രഹവും ഈ സ്പോൺസർമാർക്ക് ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവസാനിക്കാൻ സമയം. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ യാതൊരു പ്രോത്സാഹനം ഒരേ നിലയിൽ തല ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം
സമാപിക്കുക. ആനയുടെ സ്പോൺസർമാർക്ക് ഈ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മത്സരം നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്നൊരു അകമഴിഞ്ഞ നന്ദി. ഈ അവസരത്തിൽ എഴുന്നള്ളിക്കാനുള്ള ആ ഭാഗ്യം ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ വിധി പ്രഖ്യാപിക്കുന്നതാണ്. അതിനുശേഷം വടക്കും ഭാഗത്തു നിന്നും കാഴ്ചശിവേലിയും അവകാശങ്ങളും ആനയിൽ നിക്ഷിപ്തമാണ്. ഗജവീരന്മാരെത്തിച്ചിട്ടുള്ള സ്പോൺസർമാർ എല്ലാവരും ക്ഷേത്രം ഓഫീസിൽ എത്തിച്ചേരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മത്സരം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ആനപ്രേമി വേണ്ടി ആന സ്പോൺസർ ചെയ്ത സ്പോൺസർമാരിൽ ഒരാൾ അവരിൽ ലീഡർ ആരെങ്കിലും ഉടൻ തന്നെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരുക. പങ്കെടുത്ത 5 ആനകളുടെയും സ്പോൺസർമാരിൽ ഒരാൾ ആരെങ്കിലും ഉടൻ തന്നെ എത്തിച്ചേരുവാൻ അഭ്യർത്ഥിക്കുന്നത്. വിധി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജനങ്ങളെ, ഈ മത്സരത്തിലെ 5ാം സ്ഥാനക്കാരൻ ചെമ്പൂത്ര ദേവിദാസ്, 4ാം സ്ഥാനം കിരൺ നാരായണൻകുട്ടി, 3ാം സ്ഥാനം അനന്തപത്മനാഭൻ, 2ാം സ്ഥാനം പുതുപ്പള്ളി കേശവൻ, 1ാം സ്ഥാനം ചുള്ളിപ്പറമ്പ്. എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ കൊതിക്കുന്ന ആ വാർത്ത. ഒന്നാമതായി ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ, രണ്ടാമതായി പുതുപ്പള്ളി കേശവൻ, മൂന്നാമതായി കൊല്ലം അനന്തപത്മനാഭൻ, ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ, 4ാമതായി കിരൺ നാരായണൻകുട്ടി, 5ാമതായി ദേവിദാസൻ, 1ാമതായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. ഇത് 3ാം തവണയാണ് ഈ ആന മഹാദേവന്റെ തിടമ്പെഴുന്നേൽക്കാനുള്ള ആ ഭാഗ്യം ഉണ്ടാവുന്നത് 3ാം തവണയാണ്. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. മൂന്നാമത് തവണയാണ് ജേതാവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആനയെ സ്പോൺസർ ചെയ്ത സ്പോൺസർമാർക്ക് ഇന്ന് ഇവിടെ വിജയിച്ചിട്ടുള്ള വിഷ്ണു ശങ്കറിന്റെ 3ാമതായാണ് വിഷ്ണു ശങ്കർ ആനയ്ക്ക് ഈ തലപ്പൊക്ക മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത്. കുടുംബ മഹാജന സഭാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ MR രതീഷും കുടുംബ മഹാജന സഭാ പ്രസിഡന്റ് PR അശോകനും അദ്ദേഹത്തെ ആ സ്പോൺസറിന് ഒരു പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒന്നാമതായി എത്തിച്ചേർന്നിട്ടുള്ള ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ,